നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരാണ്? നബിനെ? നമ്മുടെ നബിനെ. ആരെ ഇഷ്ടപ്പെടേണ്ടി? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? നമ്മുടെ നബിയെ അല്ലേ? നമ്മുടെ നബിൻ്റെ പേര് ഉസ്താദ് പറഞ്ഞില്ലേ? മറന്നോ? എത്ര പേര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര്? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിൻ്റെ പേര് കേൾക്കുമ്പോൾ പറയാനുള്ളതല്ലേ? നമ്മുടെ നബിക്കൊരു പേരുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഫുള്ള് പറഞ്ഞു നോക്കി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആർക്കാ ഉറക്കനെ പറയാൻ വയ്ക്കുക? ഒന്ന് പറഞ്ഞു നോക്കി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നബിയെ. നമ്മുടെ നബിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ലേ? ഒരു പാട്ട് പാടിത്തരുമോ? നഷ്ടാനായിട്ട് പാടിക്കോളി. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ത്? പേര് മുഹമ്മദ് സ്വല്ലല്ലാഹ്. ആമന്നാ ബിറസൂലില്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്. ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, മരണം പുണ്യമദീനത്ത്. അല്ലാഹുവിൻ്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. മുത്ത് നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ, മുത്ത് നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ. അല്ലാഹു തആല നമുക്ക് മുത്ത് നബിയുടെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ നബിയുടെ പേര് ചോദിച്ചാൽ നമ്മൾ ഇനി പറയണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പേര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബറുൻ 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 അങ്ങനെ നീട്ടാൻ പാടില്ല. അത്ര പറയാൻ പാടുള്ളൂ. എന്താണ് ഇബർ എന്ന് പറഞ്ഞാല്? സൂചി. നമ്മുടെ വീട്ടിലൊക്കെ സൂചി ഇല്ലേ? അപ്പൊ ഇനി സൂചി കണ്ടാൽ നമ്മൾ എന്താ ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്കുക? ഇബറുൻ. ഒരു പാട്ട് പാടിത്തരോ? ഉറക്കനെ പാടില്ല. ഇബറുൻ 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 എന്നാൽ എന്താണ്? ഇബറുൻ 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 എന്നാൽ സൂചിയാണ്. ഇബർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇങ്ങനെയും പാടാം. ഈ കണ്ടു ഞാൻ പണികളി ഓർക്കണേ. ഈ കണ്ടു ഞാൻ, ഇബറിൻ കണ്ടു ഞാൻ, ഇബറിനെ നന്നായി സൂക്ഷിക്കും ഞാൻ. ഈ കണ്ടു ഞാൻ, ഇബറിൻ കണ്ടു ഞാൻ, ഇബറിനെ നന്നായി സൂക്ഷിക്കും ഞാൻ. ഇബറിനെ നിലത്തിടാൻ പാടുണ്ടോ? മേത്ത് കുത്തൂലേ? ചെറിയ കുട്ടിയെ കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ ഇബറിനെ നല്ലോണം സൂക്ഷിക്കണം. ഇബറുൻ എന്ന പാഠത്തിലെ ചുവന്ന അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കി ഇന്ന് നിങ്ങൾ ഇ എന്ന് മാത്രം പറഞ്ഞു പഠിച്ചാൽ മതി. അലിഫ് ഇതിലുണ്ട്, പക്ഷെ ഇതിന്റെ കൂടെ ഒന്നും കൂടി ഉണ്ട്. അതിന്റെ പേര് നമ്മൾ നാളെ പറയും. ഇന്ന് എത്ര പഠിച്ചാൽ മതി? ഇബർ ഇ.
ഇബറ് ഇ. അപ്പൊ നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരണ എന്താ? സ്ലൈറ്റിൽ ഇതുപോലെ നോക്കി കള്ളി വരയ്ക്കുക. എന്നിട്ട് നോക്കി സ്ലൈറ്റിൽ ഇതുപോലെ ഉമ്മ കള്ളി വരച്ചു തരും. ഏറ്റവും മേലെ ഉമ്മ എഴുതി തരും കേട്ടോ. നോക്കിക്കോളി. ഇ ഇ അ അലിഫ്. ഇതാണ് ഉമ്മങ്ങൾക്ക് സ്ലേറ്റിൽ എഴുതി തരാം. എന്നിട്ട് നിങ്ങളെ പണി എന്താ? അതിന്റെ താഴെ ആ കള്ളിക്ക് ഇങ്ങനെ പറഞ്ഞു എഴുതുക. ഇതുപോലെ നോക്കി പറയാതെ എഴുതരുത് കേട്ടാ. ഇ ഇ അ അലിഫ്. കണ്ടങ്ങള് ഇങ്ങനെ പറയാതെ എഴുതരുത് കേട്ടോ. പറഞ്ഞിട്ടേ എഴുതാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് നാളെ വായിക്കാൻ കിട്ടുള്ളൂ. ഒന്ന് പറയണ ഉസ്താദിന്റെ കൂടെ പറയും. ഇ ഇ അ അലിഫ്. കണ്ടോ? താഴെ ഇട്ടപ്പോ നമ്മൾ ഈ എന്ന് പറഞ്ഞു. മുകളിലിട്ട് നമ്മൾ ഫത്ഹ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫത്ഹ് ഇട്ടപ്പോ ആ എന്ന് പറഞ്ഞു. ഇ ഇ അ അലിഫ്. ഇൻഷാ അല്ലാഹ് സ്ലൈറ്റിന്റെ രണ്ട് പുറത്തും ഇത് നിറയെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? നാളെ എഴുതിക്കൊണ്ടിട്ടാ. ഓക്കെ ഇൻഷാ അല്ലാഹ്.